നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കടയിലെ 3 ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് 63 ലക്ഷം രൂപ എത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വലിയൊരു പണത്തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള ഇടപാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് കണ്ടെത്തിയത്. അതിനാൽ കടയിലെ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം ഇവർ കൈക്കലാക്കി എന്ന കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണന്റെയും പരാതിയിൽ ശരിയുണ്ടെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിക്കുകയുണ്ടായി. ഈ ഓഡിറ്റിംഗിലാകും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരിക. അക്കൗണ്ടിൽ എത്തിയതിൽ ഭൂരിഭാഗം തുകയും ഇവർ പിൻവലിച്ചിട്ടുണ്ട്. നികുതി വെട്ടിക്കാനായി ദിയ പറഞ്ഞിട്ടാണ് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചതെന്നാണ് ജീവനക്കാർ ആദ്യം പറഞ്ഞ മറുപടി. ജീവനക്കാരിൽ അവരുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴി നൽകിയിട്ടുമുണ്ട്. QR കോഡ് വഴിയാണ് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയത്. 2 പേരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയതെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരിയായ വിനീതയുടെ അക്കൗണ്ടിൽ എത്തിയത് 25 ലക്ഷം രൂപയും മറ്റൊരാളായ ദിവ്യയുടെ അക്കൗണ്ടിൽ എത്തിയത് 35 ലക്ഷം രൂപയുമായിരുന്നു. അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ ഉണ്ടെന്നും പോലീസ് അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പോലീസ് ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജീവനക്കാരായ 3 പേർ ചേർന്ന് സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ പരാതി. ഈ പരാതി കണ്ടോൺമെന്റ് SP-ക്ക് കൈമാറിയിരുന്നു. പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തെന്ന് ജീവനക്കാർ പരാതി നൽകിയത്. അതേസമയം ആരോപണങ്ങളെല്ലാം പാളിയതോടെ പ്രതികൾ ഒളിവിൽ പോയതായാണ് സൂചനകൾ. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങുകയും ചെയ്തു. 2 ദിവസമായി പ്രതികളുടെ ഫോൺ സ്വിച്ച് ഓഫുമാണ്. അതേസമയം പ്രതികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീടുകളിൽ എത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു. തുടർന്ന് പിന്നീട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും പ്രതികൾ ഒളിവിൽ പോയതോടെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം ആരംഭിക്കുകയായിരുന്നു. പണം അക്കൗണ്ടിൽ എത്തിയെങ്കിലും ഈ പണം എങ്ങനെ ചെലവാക്കിയെന്ന് കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഇതിനായി ഇവർക്ക് അക്കൗണ്ടുകളുള്ള ബാങ്കിൽ നേരിട്ടെത്തി പോലീസ് പരിശോധന നടത്തും. ഓഡിറ്ററെ ഉപയോഗിച്ച് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കും. ദിയ കൃഷ്ണയുടെ സ്ഥാപനം നികുതി അടച്ചതിന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. ഇതിനിടെ കൃഷ്ണകുമാറിന് പിന്നാലെ വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ 1 വർഷത്തോളമായി ഓഡിറ്റ് നടത്തിയിരുന്നില്ലെന്നും 69 ലക്ഷം തിരിമറി നടത്തിയെന്ന പരാതി വ്യാജമാണെന്നും വനിതാ ജീവനക്കാരുടെ അഭിഭാഷകൻ മുഹമ്മദ് ഉനൈസ് പറയുന്നുണ്ട്. നേരത്തെ സംഭവം വിവാദമായതോടെ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിടുകയുമുണ്ടായി. ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു അത് ആൾക്കാർ സ്കാനർ ചോദിക്കുന്നു. അത് ആദ്യം ചെയ്യാനുള്ള ഒരുപാട് പേര് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആകുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം? നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇതിന് കണ്ണടച്ച് പറയാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷേ തെറ്റുപറ്റിയെന്നും ജീവനക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ 2024 ഒക്ടോബർ മുതൽ ഇത്തരത്തിൽ പണം എടുത്തതായി ജീവനക്കാർ വീഡിയോയിൽ സമ്മതിച്ചിരിക്കുകയാണ്. കുരുക്ക് മുറുകിയതോടെയാണ് ജീവനക്കാർ ഒളിവിൽ പോയത്. ഇന്നലെയും മൊഴി നൽകാൻ മ്യൂസിയം പോലീസ് മുന്നിലെത്തിയില്ല. എന്തായാലും നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന രീതിക്കാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ കടയിലെ 3 ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് 63 ലക്ഷം രൂപ എത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ പണത്തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമായതും. കൊള്ളയടിക്കൽ കേസുകളുടെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഉത്തരവിട്ടതായി ജൂൺ 12-ന് അറിയിച്ചിരുന്നു. എന്നാൽ ക്രമസമാധാന ചുമതലകൾ ഏറെയുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം തുടരുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു.
തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു തീരുമാനങ്ങൾ. കവടിയാർ OC-യിലെ തന്റെ മകളുടെ ജ്വല്ലറിയിലെ 3 വനിതാ ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തതായി കൃഷ്ണകുമാർ ആരോപിച്ചതിനെ തുടർന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. കൃഷ്ണകുമാറും കുടുംബവും തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ബലമായി പണം കൈപ്പറ്റിയതായി യുവതികൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. നികുതി വെട്ടിക്കാൻ ദിയയുടെ നിർദ്ദേശപ്രകാരം കുറ്റാരോപിതരായ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ നിന്നും ഒന്നിലധികം പണം പിൻവലിക്കലുകളും ഫണ്ട് കൈമാറ്റങ്ങളും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തങ്ങൾ പ്രവർത്തിച്ചതെന്നും ദിയയ്ക്ക് പണം കൈമാറിയതെന്നും സ്ത്രീകൾ പറയുന്നുണ്ട്.